ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്നൊരു മാംഗോ ഫിഷ് കറി നോക്കാം. മാങ്ങ, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. സവാള നമുക്ക് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനിയും പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 4 പച്ചമുളക് കീറി വെച്ചിട്ട് അതിട്ട് കൊടുക്കുന്നു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഇളക്കി ഞെരടിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ ഞെരടിയെടുക്കണം. ഈ പരുവത്തിൽ എടുക്കണം നമുക്ക്. ഇനി അരിഞ്ഞു വെച്ചിരിക്കാൻ മാങ്ങ ഇട്ട് കൊടുക്കാം. അത് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനിയും ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും. ഇനി നമുക്കിതിൽ 2-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പാലൊഴിച്ച് കൊടുക്കാം നമുക്ക്. പാലൊഴിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് ഇളക്കി അടുപ്പിൽ വെച്ച് കൊടുക്കാം. നല്ലപോലെ തിളച്ചൊന്ന് മാങ്ങായും സവാളയൊക്കെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ ഫിഷ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നല്ലപോലെ വെന്ത് നല്ല കുറുകി വരണം. നല്ലപോലെ കുറുകി വന്ന ശേഷം വേണം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാൻ. ഇപ്പം നല്ലപോലെ കുറുകി വരുന്നുണ്ട്. ഇപ്പം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കണം. 1-ാം പാൽ ഒഴിച്ച ശേഷം നമ്മളൊന്ന് കറക്കി കൊടുക്കുക. കറക്കി കൊടുത്തൊന്ന് ചൂടായ ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം. പിന്നെ താളിച്ച് കൊടുക്കാം. പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് 1 സ്പൂൺ ഉലുവ ഇടണം. 1 സ്പൂൺ കടുക് ഇട്ട് ചെറുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നല്ല മൂപ്പിച്ചതിന് ശേഷം നമുക്ക് 1/2 സ്പൂണ് മുളക് പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് നന്നായി ഇളക്കണം. ഇളക്കിയ ശേഷം നമുക്ക് ഫിഷ് കറിയിലോട്ട് താളിച്ച് കൊടുക്കാം. ഇപ്പോൾ മാംഗോ ഫിഷ് കറി നമുക്കിവിടെ റെഡിയായി. ഈ താളിച്ച് കഴിഞ്ഞ് നമ്മൾ 2 മിനിറ്റ് അടച്ച് വെച്ചാൽ നല്ലൊരു മണം വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാകണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുക.